നമസ്കാരം, ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് GK പ്ലസ് സയൻസ് പോർഷൻസ് മാത്രമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 71/2022. അപ്പോൾ എക്സാം അടുത്ത് വന്നു. എല്ലാവരും വേഗത്തിൽ പഠിക്കുക, ഈസിയായി പഠിക്കുക, അല്ലേ? സ്ട്രെസ് ഒന്നുമില്ലാതെ പഠിക്കുക, ഫ്രീ ആയി പഠിക്കുക. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, റെഫർ ചെയ്യാം, റിവിഷൻ ചെയ്യാം, നോക്കാം. ഫസ്റ്റ് വൺ, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിൽ സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? 5+3+3+4 5334. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ട. 500 രൂപ നോട്ടിലെ ചെങ്കോട്ട. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ്. 24 വേദി പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി എന്താണ്? മൃതസഞ്ജീവിനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം എന്താണ്? മൃതസഞ്ജീവിനി. നെക്സ്റ്റ് വൺ, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ് ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിവ് തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? എന്താണ് നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത? എന്താണ്? സിറിയക് ജോസഫാണ്, അല്ലേ? സംസ്ഥാന ലോകായുക്ത സിറിയക് ജോസഫ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 19 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. നാറ്റോ 1949 ഏപ്രിൽ 4-ന് രൂപം കൊണ്ടു. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. നെക്സ്റ്റ് വൺ, 2022 രാജ്യത്ത് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് യോജന. വീട് മീൻസ് ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്. തെക്ക് ഭാഗം സിവാലിക്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞം. നോക്കി വെച്ചേക്ക, വിഴിഞ്ഞം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. കേന്ദ്രഭാഗം നഗരം നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി. ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ 1 and 2. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്നും വിളിക്കുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈ പോസ്റ്റ് ഓഫീസ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. ഏറ്റവും വലിയ ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന
ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത്. പരുത്തി രണ്ടാം സ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? ഏത് വർഷം? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ മൂന്നാം ഭാഗത്ത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോകചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24 ആരക്കാലുകൾ ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഇവിടെ? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഇവിടെ? സ്വത്തവകാശം അല്ലേ, ഞാൻ മാറ്റിയിട്ടുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണത്? ക്വിറ്റ് ഇന്ത്യ സമരം അല്ലേ, ലാസ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? രക്തം തരൂ എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് രക്തം തരൂ എന്ന് പറഞ്ഞത്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6. ആരംഭിച്ചത് 1930 ഏപ്രിൽ 6. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ അസഫ് അലി. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗൈഡിലിയു. നാഗന്മാരുടെ റാണി ഗൈഡിലിയു. ഗൈഡി അല്ലേ, ഗായും ഡായൊക്കെ ഓർത്തിരിക്കുക. നാഗന്മാരുടെ റാണി എന്താണ്? ഗൈഡിലിയു. താഴെ കൊടുത്ത വ്യക്തികളിൽ നിന്ന് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ആയിക്കോട്ടെ. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാബാഗ് പ്രതിഷേധത്തിന് ഒത്തുചേർന്നത്? ആൻസർ റൗലത്ത് നിയമം. വിധിയുമായൊരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമായിരുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ് ആയിരുന്നു അത്. ഉദ്ധം സിംഗ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ല കാസർഗോഡ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? പാലക്കാട് ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി എന്ന് കണ്ടെത്തുക. കിഴക്കോട്ട് പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി പദ്ധതി. ഇടുക്കിയാണ് ഏറ്റവും വലിയ
ജലവൈദ്യുത പദ്ധതി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെയാണ് മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂഭാഗമാണ്? തീരപ്രദേശം. നെയ്തൽ തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. OM നമ്പ്യാരാണ് ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. നെക്സ്റ്റ് വൺ, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാരാണ്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമി. കന്യാകുമാരി. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പൊയ്കയിൽ കുമാരഗുരു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ആർമിയിൽ ചേർന്നതിന് തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടിയിൽ അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവും ബന്ധപ്പെട്ടതാണ്? ടൈഫോയിഡ്. മനുഷ്യശരീരത്തിലെ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം D. വൈറ്റമിൻ D ആണ്. വെയിൽ കൊള്ളുക എന്ന് പറയുന്ന പ്രതിഭാസമൊക്കെ ഉണ്ട്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഇത് കറക്റ്റ് ആൻസർ ഇല്ല. സോ ഡിലീറ്റ് ക്വസ്റ്റ്യൻസ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? എപ്പിഫൈറ്റ്. ജീവിക്കാൻ വേണ്ടി മാത്രം, വസിക്കാൻ വേണ്ടി മാത്രം ആരാണ്? അത് എപ്പിഫൈറ്റ് ആണ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ജ്യോതിക. ഹരിത, ലോല, മാലിക എന്താണ്? പയറുവർഗ്ഗം. ഹരിതലോല, മാലിക പയറുവർഗ്ഗം. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏതിനത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ്. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റോൾ. ഇതൊക്കെ CET ടെക്സ്റ്റിനകത്ത് നന്നായി കിടപ്പുണ്ട്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? ഓപ്ഷൻ B ആണ് ആൻസർ.
2ഉം 4ഉം. കാർബണിൻ്റെതും ഹൈഡ്രജൻ്റെ അല്ലേ 2ഉം 4ഉമാണ്. നോക്കുക. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അലൂമിനിയം. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങളുടെ അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലിയാണ്. മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3ആണ്. H2O. നെക്സ്റ്റ് വൺ, ബേക്കിംഗ് സോഡ എന്നത് രാസപദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം എന്താണ്? NaHCO3. NaHCO3. ഊർജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ്? mL2T-2 അല്ലേ? ഇത് പണ്ട് +1+2ൻ്റെ ആ ടെക്സ്റ്റിലുള്ളതാണ്. ഫാരൻഹീറ്റ് +1ൻ്റെ അല്ല, പ്രീ ഡിഗ്രി ഉള്ള സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആണിത്. അത് നെക്സ്റ്റ്, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 212 ഫാരൻഹീറ്റ്. തിളനില 212 ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരയുള്ളത് ഏതാണ്? ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരത ഉള്ളത് തിരഞ്ഞെടുക്കുക എന്നാണ്. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരത ഉള്ളത്. നെക്സ്റ്റ് വൺ, പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഭൂഗുരുത്വ ബലം. ഇത് വായിക്കാത്തവരെന്ത് ചെയ്യും? ഭൂഗുരുത്വ ബലമല്ലേ, വലിയ ബലമാണെന്ന് വിചാരിക്കും അല്ലേ? ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ആർക്കാണ്? ഭൂഗുരുത്വ ബലം. മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. നെക്സ്റ്റ് നോക്കാം. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? എസ് ഹരീഷ്. K4 പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം? തൃശ്ശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം? ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. നിർദ്ദിഷ്ട സർവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? പത്തനംതിട്ട. ISRO ഇപ്പോഴത്തെ ചെയർമാൻ സോമനാഥ് അല്ലേ? നോക്കാം. വിന്ധ്യപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂഭാഗം? ഡക്കാൻ പീഠഭൂമി. താഴ്ക്കൊടുത്തിട്ടുള്ളവരിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഒരു സ്രോതസ്സുകൾ കണ്ടെത്തുക. ശരിയായ പാരമ്പര്യേതര ഒരു സ്രോതസ്സുകൾ കണ്ടെത്തുക. 1ഉം 2ഉം 3ഉമാണ്. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. 1ഉം 2ഉം 3ഉം 4ഉം. ചൈന, നേപ്പാൾ അല്ലേ? എല്ലാം വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്?
ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. പഴക്കം ചെന്നതാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ 23 ഡിഗ്രി നോർത്ത്. പ്രധാന അക്ഷാംശ രേഖ 23 ഡിഗ്രി നോർത്താണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44. ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? കൊങ്കൺ റെയിൽവേ ശൃംഖല. മുംബൈയും മാംഗ്ലൂർ ബന്ധിപ്പിക്കുന്ന പശ്ചിമ തീരത്തുകൂടി പോകുന്ന ശൃംഖല ഏതാണ്? കൊങ്കൺ റെയിൽവേ. പശ്ചിമ തീരത്തുകൂടി പോകുന്നതാണ് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 55. 1955 അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത്. 1950+5 നോക്കുക. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. തടങ്കലിൽ വയ്ക്കുന്നതിന് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ഏതു വർഷം? എന്നാണ്? 47 ജൂലൈ 22. 47 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? എന്തിനെയാണ്? ദേശീയ പതാകയെ. എന്നാണത്? 47 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. 47 സ്വാതന്ത്ര്യം കഴിഞ്ഞ ശേഷം ജൂലൈ 22 അംഗീകരിച്ചു. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ദേശീയ ഗീതം ബംഗിം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നെക്സ്റ്റ് വൺ, ചെരുമ്പടി ചേർച്ചിരിയെ എഴുതുക. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. പ്രാർത്ഥനാ സമാജം രാജാറാം മോഹൻ റോയ് അല്ലേ. പിന്നെ ആര്യ സമാജം ദയാനന്ദ സരസ്വതി. ഇവിടെ ഫസ്റ്റ് ബ്രഹ്മസമാജം അല്ലേ, ഞാൻ ഓർത്തു. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആരാണത്? ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ഇവിടെ ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം പാപ്പ വെച്ചിട്ടാണ് ഞാനും വെച്ചിട്ടുള്ളത്. പ്രാർത്ഥനാ സമാജം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് നമുക്ക് അറിയാം, ഓൾറെഡി കൺഫേംഡ് ആണത്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൽ കലാപം നടന്ന വർഷം ഏതാണ്? 1855, 56. 1800 ആണ്. 1855, 1856 സന്താൽ കലാപം നടന്ന വർഷം ചോദിക്കുന്നുണ്ട്. സന്താൽ കലാപത്തിൻ്റെ വർഷം സ്പെസിഫിക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. കാലഗണനാക്രമത്തിൽ വരുത്താൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരൊന്ന് പഠിച്ചു വെക്കുക. 1855, 56, 800 ആണ് നോർത്ത് വെച്ചേക്കുക. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ബംഗാളാണ്. നഴ്സറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1957 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നായിരുന്നു? ഓഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർട്ടുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഓപ്പറേഷൻ വിജയ്. ഗോവയ്ക്ക്
ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. കേരളത്തിൻ്റെ ഹരിതശാസ്ത്രകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥ നിലനിന്നത് എവിടെയാണ്? സിംഹവാലൻ കുരങ്ങ്. സൈലൻറ്റ് വാലി, പാലക്കാട്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏക ചന്ദ്രനിർമ്മാണ ഡിവിഷൻ മറയൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ല. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെപ്പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പിസ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപം. താഴെപ്പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏതാണ്? നിജാനന്ദ വിലാസം അല്ലേ. ബാക്കി നമുക്ക് നോക്കാം. ശതകം, ശിവശതകം, ദർശനമാല അറിയാലോ. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. 1936 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. തൃശ്ശൂർ 36 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. 36 ഇലക്ട്രിസിറ്റിക്ക് 36 എന്ന് ഓർക്കുക. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്ത കേരള ലിങ്കൺ എന്ന് പറയുമ്പോൾ ആരാണത്? പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നൊരു പ്രധാന സംഭവമാണ് ഏത്? സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യരിലെ പ്രധാന വിസർജന അവയവം? വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഒന്ന് മാത്രമാണ് ശരി. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, നിശ്വാസമാണ്. പിന്നെ അവനുശ്വാസത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത ആണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? നിപ്പയും എയ്ഡ്സുമാണ് ഇവിടെ കൊടുത്തേക്കുന്ന ആൻസർ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനഹൃത് സൗഹൃദമാക്കുന്ന നവകേരളത്തിൻ്റെ പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? സസ്യപരിപാലനം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? പെട്രോൾ. വനത്തിൽ നിന്നും പെട്രോൾ ഒഴിച്ചെടുക്കാം അല്ലേ. ഇനി കേരളത്തിലെ മണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായത് കണ്ടെത്തുക. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. സിങ്ക് ബ്ലെൻഡിൻ്റെ സാധനത്തിന് ഉപയോഗിക്കുന്ന സ്വർണം ഏതാണ്? പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 4. ഡ്യൂട്ടിയിടത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1. ഭക്ഷണപദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ പ്രവേഗ ഇരട്ടിയെ വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നു?
4 ഇരട്ടി ആകുന്നു. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഏതാണ്? ഭാരമാണ്. നെക്സ്റ്റ് ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റാണ് കെൽവിൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ. ആൻഡ് സബ്സ്ക്രൈബിങ്, നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ലൈക്കായിട്ടുണ്ടാവണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നന്നായി പഠിക്കുക.